പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കറകളിൽ നിന്നും കഴുകി വെടിപ്പാക്കി സ്വർഗീയഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി, ഞാൻ സ്നാനം സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിനാൽ പ്രകാശിക്കുകയായി. ജീവിതകാലം മുഴുവനും പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തുസൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ജീവനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കീഴപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ പൂർണ്ണമായ അങ്ങയുടെ ദാസൻ അഗ്നിക്കയുടെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും അതിന് സ്വർഗ്ഗരാജ്യം സ്വീകരിച്ച് അങ്ങ് വിശുദ്ധ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കീഴിൽ നമുക്ക് ആശ്വാസമുള്ള അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പെരുമാറ്റുകയും മരണത്തിന്റെ ഇരുളിനെ ജീവനെ പ്രതിയായി മാറ്റുകയും ചെയ്യുന്നു. ഭക്തരായ ഈ കുർബാനകളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ സ്വീകരിക്കുന്നു. പുനരുത്ഥാനത്താൽ
ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരോടൊന്ന് ചേർന്ന് അഭ്യരാഗപ്പെട്ടവരും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയാണ്. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിന് നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു എന്നവ അതിൻ്റെ ബാക്കി അടയാളമായിരുന്നു. മഹിമേറെ പദവി മഹിമപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിന്റെ സൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും